നമുക്ക് പോണ്ടേ? രാഘവനൊക്കെ വന്നിട്ടുണ്ട്. പഴയ കാര്യങ്ങൾ എന്തെങ്കിലും അബുവിന് ഓർക്കാൻ കഴിയുന്നുണ്ട്? നമ്മുടെ തങ്കച്ചന്റെ നാടൻ പാട്ട് നീ ഓർക്കുന്നില്ലേ? ഒന്ന് ഓർത്ത് നോക്കി. വരിക്കച്ചക്കട ചോള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ണടി ഞാനൊരു മിന്നായം, ചാട്ടുളി മുണ തുള തുളയ്ക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ, വിളിച്ചിട്ടെല്ലാം പറഞ്ഞിട്ടെല്ലാം വേല വേണ്ടടി കല്യാണി. ഫിറ്റായിട്ട് ഇവിടെ കിടന്ന് വാള വെക്കരുത് കേട്ടോ. നഹി നഹി എന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്ത് മോന്തുവാണല്ലോ. മോന്തുടാ മോന്തും, അതാണ് പട്ടാളക്കാരൻ, എന്റെ കൂട്ടുകാരൻ. പാപ്പ എങ്ങനെ ഇങ്ങോട്ട് വന്നാ ഇവിടെ ഇപ്പൊ കൊലപാതകം നടക്കും. പാപ്പന്റെ കംസന കൊല്ലാൻ? അല്ല, എനിക്ക് മനസ്സിലാവേണ്ടി ചോദിക്കാ. സ്വന്തം വീട്ടിലിരുന്ന് ഒരു പെഗ് റമ്മ് പോലെ അടിക്കാൻ വായിക്കുന്നവൻ എങ്ങനെ പട്ടാളക്കാരനാവാ? അപ്പാണ് ഞാൻ പറഞ്ഞ ഈ പട്ടാള ലാത്തി പുള്ളുണ്ട്. എനിക്ക് വെള്ളം ഒഴിക്കണ്ട, ആവശ്യത്തിനുള്ള കുടിച്ചുണ്ട്. ആ ബുട്ടി, നീ കഥ മുഴുവൻ പറഞ്ഞില്ല. ഇത് കേൾക്കുമ്പോഴേ എനിക്ക് ചൊറിഞ്ഞോണ്ട് വരുന്നേ. നടന്ന സംഭവം അങ്ങനെ കഥയാവുന്നേ? ഓ സോറി, കേൾക്കുന്നൊരു സുഖം കൊണ്ട് പറഞ്ഞതാ. നീ പറഞ്ഞു. അങ്ങനെ ദ്രാസ് സെക്ടറിൽ കുത്തനെ കിടക്കുന്ന മഞ്ഞുമല കയറി ഏറെക്കുറെ മുകളിലെത്തിയപ്പോ ഞങ്ങൾ പാകിസ്ഥാന്റെ ബങ്കർ കണ്ടു. ഉടൻ മേജർ കാലിയ ഒരൊറ്റ അലർച്ചയാണ്. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്നതാണ്. പിന്നെ മഞ്ഞിന്റെ പുറത്ത് കമഴ്ന്ന് കിടന്ന് ഞങ്ങളുടെ ഒരു പ്രകടനമായി. ഞാനായിരുന്നു ഏറ്റവും മുമ്പിൽ. 1.5 മണിക്കൂർ നിർത്താതെ ഫയറിംഗ്, പൊരിഞ്ഞ ഫയറിംഗ്. എന്നിട്ട് എന്തുണ്ടായി? ഞങ്ങൾക്ക് ഒരൊറ്റ കാഷ്വാലിറ്റി. ഇവിടെ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മുടെ ഒരൊറ്റ പട്ടാളക്കാർ മരിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ 17 പട്ടാളക്കാര് ഫ്ലാറ്റ്. വെള്ളടിച്ച ഫ്ലാറ്റ് ആവും, വെടി വെച്ചാൽ എങ്ങനെ ഫ്ലാറ്റ് ആണെന്ന് മനസ്സിലായില്ല. ഇത് പുള്ളു. അതെ സാഹിബേ, ഇതിപ്പോ നമ്മുടെ പഴയ മന്ത്രി കണ്ട പ്രശ്നമാവുമല്ലോ. ഏത് മന്ത്രി? ഉദ്ഘാടനത്തിന് നിലവിളക്ക് കണ്ടപ്പോ ഹാലിളകിയ മൂപ്പരെ മുസൽമാന് നിലവിളക്ക് ഹറാമാണെന്നല്ലേ ആ വിദ്വാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജീവിക്കണോലിക്ക് ഇവിടത്തെ കാറ്റ് ചൊറിച്ചിലുണ്ടാക്കുന്നു പറയണത് ബസലത്തര. ഞാനും എന്റെ കുട്ടികളും ഈ മണ്ണിൽ ജനിച്ചു വളർന്നൂല. ഇവിടത്തെ ഒരു ആചാരവും ഞമ്മക്ക് ഹറാമല്ല. ഈ ഉത്സവവും പെരുന്നാളെന്നൊക്കെ പറയണത് മനുഷ്യന്മാരുടെ ഒത്തൊരുമക്കും കൂടെ മണ്ടിയിട്ടാണ്. ജാതി മതമൊക്കെ അവനവന്റെ മനസ്സിലാ. നിങ്ങളെ വിശ്വാസം നിങ്ങൾക്ക്, ഞമ്മളെ വിശ്വാസം ഞമ്മൾ. അതിലൊരു ഉറപ്പുണ്ടായാൽ മതി. ഞമ്മളതിന് ഈമാൻ എന്ന് പറയും. നിങ്ങൾക്ക് മോര് വേണം. അനന്ത് കുടിക്കാം. നിങ്ങൾക്ക് വേണോ? കുടിച്ചോ. ചേകര, അനക്ക് മാണ്ടടോ മോര്? പിന്നെ അതിപ്പോ എന്താ ചോദിക്കാൻ? 30 വർഷമായിട്ടുള്ള ചടങ്ങല്ലേ. തളിയൂരമ്മയുടെ എഴുന്നള്ളിപ്പിന് സാഹിബിന്റെ മോര് കുടിക്കാതെ നടക്കച്ചെല്ലാൻ പാടുണ്ടോ? ശ്രീ അയ്യപ്പനെ കാണണമെങ്കിൽ ആദ്യം വാവര് സ്വാമിയെ വണങ്ങണം, അല്ലേ സാഹിബേ? അപ്പൊ ഇവിടെ ഓനും ചെങ്ങായിമാരെ കളിക്കണത്തുണ്ടാവും. കുളിച്ചിട്ട് വൈകുന്നേരം അമ്പലത്തിൽ പോകാനുള്ള നല്ല കഥകളിയുണ്ട്. നളചരിതം. നിങ്ങൾ വരുന്നോ? അയ്യോ, കഥകളിയോ? എന്റെ അമ്മക്ക് ആയുസ് പാഴാക്കല്ലേ. ലക്ഷ്മി ടാക്കറ്റിന് ഉത്സവ പ്രോഗ്രാമാ. ഉള്ളത്തള്ളിത്ത ഇവിടെ രമ്പേടെ അതിന് പോക്കാ. ഏതാ കലാമണ്ഡലം ഗോപിയും കോട്ടക്കൽ ശിവരാമനും കൂടെ നളചരിതം ആടി തീർക്കുമ്പോഴാ അവന്റെ ഒരു ഉള്ളത്തെ അള്ളിത്ത. ഇതിന്റെ രമ്പ മാറി നിൽക്കും ശിവരാമന്റെ ദമയന്തര മുമ്പിൽ, അല്ലേ രാഘവസ്വാമി? ഹരഹരോഹര. ഞാൻ കുടിക്കണ കഞ്ഞിയിലെന്തിന് കല്ലിട്ടിളക്കണ കൊച്ചേട്ട, കയ്യിലിരിക്കണ കല്ലമ്പരിപ്പ് ഈ കലത്തില് വേകൂല, ഈ കലത്തില് വേകൂല. നാഴിലിരുന്നഴി കൊള്ളൂല, ചക്കവലിപ്പം ചുളക്കില്ല. നാഴിലിരുന്നഴി കൊള്ളില്ല, ചക്കവലിപ്പം ചുളക്കില്ല. ചക്കച്ചുളമുണ്ട ചുക്കവോ കൊച്ചേട്ട ഞാൻ അതിനൊരു മാങ്ങ കൂടി താഴെ വീണു. അവന്മാർ അറിഞ്ഞിട്ടില്ല. അവന്മാർ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയണ്ട. വായുകുളി മേടിക്കാൻ പോണ പോലെ പോക്ക്. മാങ്ങ എനിക്ക് മാങ്ങ. ആഹാ, സേലം മാങ്ങയാണല്ലോ. പച്ചയാണ്. ഒരു തോക്ക് നോക്കട്ടെ. അല്ല, AK-47. ആ വണ്ടി വിടരുത്. അതിന്റെ ബ്രേക്ക് നമ്മുടെ ഇല്ലല്ലോ. അയ്യോ, വണ്ടി പോയി. ഹലോ, വണ്ടി തിരിക്കാൻ ലോറി പിടിക്കണം. ആ ലോറി പിടിക്കാൻ ഈ ഓട്ടോറിക്ഷ പോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പോലീസ് സ്റ്റേഷൻ പോയി പറഞ്ഞാലോ? എന്നാ കേറ്. അപ്പൊ ഞാനും വാങ്ങിയോ? നീ സൈക്കിളോട്ട് നേരെ വീട്ടിലേക്ക് പോയി, ഞങ്ങൾ പോയിട്ട് വരാം. വണ്ടി വിടും.
AK2034 AK-47 ഉള്ളത് പറഞ്ഞാൽ ഞാനിത് നേരെ ചൊവ്വയെ കാണുന്നത് നല്ലപ്പോഴാ. അന്നേരമല്ലയോ ഓരോ അവന്മാര് ചക്കയ്ക്കകത്തും മങ്ങയ്ക്കകത്തും വെച്ച് ഒലത്തുന്നത്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. എന്തായാലും താൻ പറഞ്ഞതുപോലെ ഇതിനകത്തെന്തോ ചുറ്റിക്കളി ഉണ്ടെന്നുള്ളത് ഉറപ്പാ. എന്റെ അറിവിൽ മിലിറ്ററി കഴിഞ്ഞാൽ ഈ റൈഫിൾ യഥേഷ്ടം ഉപയോഗിക്കുന്നത് ISI പിന്തുണയുള്ള തീവ്രവാദി ഗ്രൂപ്പുകളാണ്. ആ വഴിക്ക് ഒരു അന്വേഷണം നന്നായിരിക്കും. ആ വഴിക്ക് ചിന്തിച്ചാൽ സംഗതി കുലുമാല. വരട്ടെ, നമ്മളൊക്കെ ഇവിടെ കാക്കിയിട്ടുണ്ടിരിക്കുന്നതേ ശരിക്കാനല്ലല്ലോ. ആ വയ്ക്കോ അബൂക്കറെ, ഇവിടെ ഒപ്പിട്ടെ. പിന്നെ അബൂക്കറിന്റെ വീട് എവിടെയാ ശരിക്കും? തളിയൂര് ക്ഷേത്രത്തിനടുത്താ. ആഹാ, ആ എന്തായാലും താൻ ചെയ്തത് വലിയൊരു കാര്യമാണ്. ഒരുമാതിരിപ്പെട്ടവരാണെങ്കിൽ ഇങ്ങനെ വല്ലതും കിട്ടിയാൽ വല്ല ആക്രിക്കടയിലും കൊടുത്ത് കാശ് മേടിക്കും. പക്ഷെ താനൊരു പട്ടാളക്കാരനായതുകൊണ്ട് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി. എനിവേ, താങ്ക് യു സുബേദാർ. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. SP കറിയാച്ചൻ അതിരെ കയറി കളിച്ചവനെ മണിക്കൂർ വെച്ച് ഞാൻ പൊക്കിയിരിക്കും. താങ്ക് യു സർ. SP അബുനങ്ങ് പിടിച്ചെന്ന് തോന്നുന്നു. എനിക്കാരും വലിയ സന്തോഷത്തില. കൊണ്ടുപോയി കൊടുത്തത് കൊച്ചു കാര്യമൊന്നും അല്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഇതൊരു റാക്കറ്റിന്റെ ആയുധക്കടത്തുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അത് തെളിയിച്ച പേര് SP തന്നെ. ഇത് ആ ലോറി തന്നെ. അതെ, നമുക്ക് വണ്ടി കസ്റ്റഡിയിൽ എടുപ്പിക്കാം. വാ. എനിക്കൊന്നും കേൾക്കണ്ട. സാധനം സുരക്ഷിതമായി എത്തിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണോ? അതെ. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ തെറ്റുപറ്റില്ലെന്ന് സാറിന് അറിയാലോ. എടാ, ഇപ്പൊ പറ്റിയില്ലേ? ഇത് മച്ചാങ്കളിയൊന്നുമല്ല. ഒരു പിഴവ് പറ്റിയ പിന്നെ തല കാണില്ല. ചുമ്മാ ഒന്നും അല്ലല്ലോ. ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ഞണ്ണിട്ടല്ലേ. ഇതിപ്പോ ഭാഗ്യം കൊണ്ട് ആ പട്ടാളക്കാരന്റെ കൈ കിട്ടി. അവൻ എന്റെ കൈ കൊണ്ട് തരികയും ചെയ്യും. അവനൊരു മൊണ്ണ. ഇല്ലെങ്കിലോ എന്റെ പാറമാതാവേ, നിന്റെ കൃപ ഇല്ലെങ്കി ഇപ്പൊ അനുഭവിച്ചേനെ. അല്ല, അബൂബക്കർ പോയില്ലായിരുന്നു? പോയില്ല. അതുകൊണ്ട് SP സാറിന്റെ തനിനിറം കാണാൻ പറ്റില്ല. അതെന്താണോ അങ്ങനെ? SP കറിയാച്ചന്റെ അതിരെ കയറിയ വണ്ടി മണിക്കൂറുകൾക്കകം പൊക്കുമെന്നല്ലേ സാറ് പറഞ്ഞത്? പൊക്ക് ദാ നിൽക്കുന്നു കൺമുമ്പില്. പുറത്ത് സാറിന്റെ മൂക്കിന് താഴെ കിടപ്പുണ്ട് തോക്ക് കിടത്തിയ കള്ളവണ്ടി. അതും പൊക്ക്. എന്താ പൊങ്ങുന്നില്ലേ? ഇട്ടിരിക്കുന്ന യൂണിഫോമിനെയും പിറന്ന നാടിനെ ഒറ്റിക്കൊടുത്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് താൻ ഇനി അധികകാലം സദ്യ ഉണ്ണുകലന്റെ കറിയാച്ച. ഇത് പറയുന്ന അബൂബക്കറാ, സുബേദാർ അബൂബക്കർ. പിറന്ന നാടിന് വേണ്ടി മഞ്ഞും മഴയും അറിയാതെ രാവും പകലും ഇല്ലാതെ അതിർത്തിയിൽ കാവൽ നിന്ന ഒരു പട്ടാളക്കാരനാ ഞാൻ. ഞാനാ പറയുന്നേ. നീ പെട്ടിമണിക്ക പട്ടാളമാണെങ്കിലേ ഞാൻ കടത്തി നിൽക്കുന്ന പോലീസാ. പിന്നെ 1.5 ചക്രത്തിന്റെ കാക്കിയുടെ പുറത്ത് കാല് നക്കിയും കൂട്ടിക്കൊടുത്തു എരന്ന് വാങ്ങി IPS ഒട്ടിച്ചു വെച്ച ഏത് എംബോക്കിക്കും SP ആകാം. പക്ഷേ ആത്മാഭിമാനമുള്ളൊരു പോലീസുകാരനാകണമെങ്കിൽ, നട്ടലുള്ള ആണൊരുത്തനാകണമെങ്കിൽ നല്ല തന്തയ്ക്ക് ജനിക്കണം. ജനിച്ചു നന്നാവണം. അപ്പരപ്പൂപ്പന്മാരെ സുഹൃതം ചെയ്യണം. അയ്യോ, അതൊന്നും തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇവനെ ഞാൻ വെറുതെ വിടുകയില്ല. സത്യം പറ, ആ ലോറി മുഴുവൻ തോക്കുകളല്ലായിരുന്നു. ഇതെവിടെന്നാ തനിക്ക് കിട്ടിയത്? സേലം മാങ്ങയ്ക്കകത്ത് എങ്ങനെ വന്നു AK-47? കയ്യങ്ങളെ കാണിക്കണോ?
സാറേ അവിടെ ചെയ്യല്ലേ സാറേ സാറേ സാർ അബു അകത്തുണ്ട്. ഒരു സോഡ വാങ്ങിക്കും. ചെല്ലടാ. നൂറുദ്ദീൻ സാറ് പറഞ്ഞ SP കേൾക്കുവോ അത് MLA തന്നെ വരണോ? ഞാൻ പറഞ്ഞ SP മൂത്രം ഒഴിക്കും. എന്നാ വന്നാട്ടെ സാർ. അല്ലല്ല അത് വേണ്ട, ചിലപ്പോ MLA ഓവർടേക്ക് ചെയ്തു എന്ന് തെറ്റിയിരിക്കും. ഹലോ സാർ ഫോൺ പോക്കറ്റിലെ. ഹലോ. ആ ആ ആര് പറഞ്ഞു? എന്റെ ബീരാനെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ പാർട്ടി എന്ന് പറഞ്ഞ മണി വ്യത്യാസപ്പെട്ട പാർട്ടിയാ. അതിനിട്ട് മാന്താൻ നോക്കരുതേ. നമ്മളെ പാർട്ടീനെ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, വർഗീയ പാർട്ടി അല്ലാത്ത പാർട്ടി പിന്നെ ഏതാ നാട്ടിലുള്ളത്? ഒന്നെങ്കിൽ തൊഴിലാളി വർഗ പാർട്ടി, അല്ലെങ്കിൽ മുതലാളി വർഗ പാർട്ടി, നമ്മൾ മുസ്ലിം വർഗത്തിന്റെ പാർട്ടി. എന്താ വ്യത്യാസം? പേടിപ്പിച്ചല്ലോ. ഒന്നും കൂടി MLA വിളിക്കണോ സാർ? 1 മിനിറ്റ്. ഞാനില്ലേ, പിന്നെന്ത് പേടിക്കാൻ? ഒരു പാക്കറ്റ് വിൽസ് കൂടി 2 പാൻ പരാകും. ആ ഈ ചാനല് എന്ന് പറയുന്നത് എന്താ? അമ്പിളി അമ്മാവനാ? പോവാൻ പറയടോ. ശൂന്യാകാശോന്റെ ബാപ്പന്റെ വകയൊന്നുമല്ലല്ലോ. വേണമെങ്കിൽ ഇവിടുന്ന് ഒരു പച്ച പെയിന്റ് അടിച്ച സാറ്റലൈറ്റ് നമ്മൾ പൊക്കും. അപ്പൊ ഓക്കെ. എന്തൊക്കെ മനുഷ്യന്മാരാണോ. പുറത്ത് ഭയങ്കര പട്ടിശല്യം, അകത്താവുമ്പോ ആ പ്രശ്നം. അബുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. സാറിന് കുടിക്കാൻ തീരും. ഒന്നും വേണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെ വാദിയെ പിടിച്ച് പ്രതിയാക്കുന്ന പണി എന്റെ മണ്ഡലത്തിൽ നടക്കില്ല. ഞാൻ നേരത്തെ വന്ന കാര്യങ്ങളൊക്കെ ശരിയാക്കി. എങ്കിൽ താനിവിടെ പുറത്ത് വെക്ക്, ഞാൻ SP കണ്ടിട്ട് വരാം. കുടിക്കാൻ സോഡ എടുക്കട്ടെ. നമസ്കാരമുണ്ട്. എടോ അബൂനെങ്കിൽ കൊണ്ടുവാ. ഈ അബൂബക്കറെയും അവന്റെ വാപ്പ ദാദാ സാഹിബിനെയും വർഷങ്ങളായി അറിയുന്നവനാണ് ഞാൻ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഒരുപാട് ഇടിയും തൊഴിയും കൊണ്ടതാ സാഹിബ്. ആ ചോരത്തിളപ്പ് അബൂനും കാണും. പോരാത്തതിന് അവനൊരു പട്ടാളക്കാരനും. നിങ്ങൾ അവനെ കൂട്ടം കൂടി അടിച്ചിടുക എന്നൊക്കെ പറഞ്ഞ എന്തിനൊരു മര്യാദയൊക്കെ വേണ്ടേ? അവൻ ക്രിമിനൽ പുള്ളിയൊന്നും അല്ലല്ലോ. ആര് പറഞ്ഞു അല്ലെന്ന്? അവൻ ചെയ്ത പോക്കൃത്തരം എന്താണെന്ന് MLAക്ക് അറിയാവോ? വഴി കിടന്ന് കിട്ടിയ തോക്ക് ഇവിടെ കൊണ്ട് തന്നതാണോ പോക്കൃത്തരം? SP ഓഫീസിൽ തല്ലുണ്ടാക്കിയവന് ഞങ്ങൾ എന്തോ ചെയ്യണം? പൂവിട്ട് പൂജിക്കണം. ആയുധ കള്ളക്കടത്തിന് നിങ്ങളും കൂട്ടു നിന്നു തോന്നിയപ്പോഴാ അബു നിങ്ങളെ തല്ലിയത്. നിങ്ങൾ ഇവിടെ നിയമം പരിപാലിക്കുന്നവരാണെങ്കിൽ ജീവൻ പോലും പണയം വെച്ച് രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിച്ചിരുന്നവൻ അബു. ഏതായാലും വളരെ മോശമായി പോയി SP. തൽക്കാലം അബു വയ്ക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. പിന്നെ എന്റെ മണ്ഡലത്തിന്റെ പരിധിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ആ ആയുധക്കടത്തിന്റെ ഉറവിടം കണ്ടെത്തിയിരിക്കണം. പട്ടാളക്കാരനെ പറ്റിച്ചതിന്റെ ചെലവ് അല്ലേ നേതാവേ? ഒരു രാജ്യസ്നേഹം, ഒരു സുബൈദാർ അബൂബക്കർ. വിടില്ല, ഞാൻ വിടില്ല, നിന്നെ വിടില്ല. വെള്ളം കുടിക്കും. ഓമൂട്ടിനെ എനക്ക് മറക്കാൻ കഴിയുന്നില്ലല്ലേ? ഈ മറക്കരുത്. അന്നെ കെട്ടിത്തൂക്കാൻ കൂട്ടുന്ന ഒരു മറക്കരുത്. ഈ നാടിനെ ചുട്ടുകരിക്കുന്ന ഹിമാറുകളുടെ തായ്പേര് അറക്കാനാ എന്റെ മോനെ പടച്ചോൻ പിന്നെ തൂക്കിട്ടത്. ഞമ്മടെ തൂക്കൂല, തോക്കരുത്. മോൻ വിഷമിക്കരുത്. വയസ്സായാലും ഒരു ബാല്യക്കാരന്റെ കരുത്തുമായിട്ട് എന്റെ ബാപ്പ എന്റെ കൂടെ ഉണ്ടാവും.